കരിവള്ളൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സന്തോഷ് കുണിയൻ രാജിവെച്ചു. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. കോൺഗ്രസ് കരിവള്ളൂർ മണ്ഡലം വൈസ് പ്രസിഡന്റും 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുമായ സന്തോഷ് കുണിയൻ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ്, ചെറുപുഴ ബ്ലോക്ക് സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു. 18-ാമത്തെ വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ തന്നോട് പോലും ആലോചിക്കാതെയാണ് അടുത്ത കാലത്ത് കോൺഗ്രസിലേക്ക് വന്ന മണ്ഡലം പ്രസിഡന്റ് BJPയെ സഹായിക്കാനാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി തുടരുമെന്നും സന്തോഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞാൻ കരിവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ് സന്തോഷ് കുണിയൻ. അതുപോലെ തന്നെ വാർഡ് 14-ാം വാർഡിൻ്റെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബൂത്ത് സെക്രട്ടറിയും കൂടിയാണ് നിലവിൽ. ഇതിനു മുന്നേ നമ്മൾ പയ്യന്നൂർ നിയോജകമണ്ഡലം വരുന്ന സ്ഥലം തന്നെ ചെറുപുഴ ബ്ലോക്ക് അന്ന് നമ്മൾ ആദ്യമായി ഞാൻ കോൺഗ്രസ്സിൽ വരുമ്പോൾ ഉണ്ടായിരുന്നു. ചെറുപുഴ മണ്ഡലം ചെറുപുഴ ബ്ലോക്കിൻ്റെ പരിധിയിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ചെറുപുഴ ബ്ലോക്ക് യൂത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായും പിന്നീട് കരിവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വന്നതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയുമായി അകന്നു നിൽക്കണം എന്ന് എനിക്ക് തോന്നിയത്. നമ്മുടെ രാഷ്ട്രീയ തലത്തിൽ, ദേശീയ തലത്തിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് BJP എന്ന ഒരു ശക്തിയാണ്. അതുപോലുള്ള BJPയുമായി അന്തർധാര നടത്തുന്ന കരിവള്ളൂരിലെ കോൺഗ്രസിൻ്റെ ഏകാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന പുതിയ മണ്ഡലം പ്രസിഡന്റിൻ്റെ ഇത്തരം പ്രവർത്തിക്കെതിരെയാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്നും പിന്മാറുന്നത്. മണ്ഡലം പ്രസിഡന്റ് വന്നത് തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനോട് കൂടിയാണ് ഈ കോൺഗ്രസ്സിലേക്ക് എത്തുന്നത്. അന്ന് മണ്ഡലം പ്രസിഡന്റ് വരുമ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടല്ല ഈ മണ്ഡലം പ്രസിഡന്റ്, ഇപ്പോൾ നിലവിലുള്ള മണ്ഡലം പ്രസിഡന്റ് ഷീബ മുരളി വന്നത്. അന്ന് കൊടച്ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് വന്നത്. ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഒരാളാണ്. ഞാൻ മത്സരിച്ചത് കൈപ്പത്തി ചിഹ്നത്തിലാണ്. അതിനു മുന്നേ EP തമ്പാമാഷിക്കെതിരെ കൈപ്പത്തി ചിഹ്നത്തിൽ കരിവള്ളൂരിൽ ഓണക്കുന്ന് വാർഡിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അത്തരം ഒരു പ്രവർത്തനവുമായി പോകുന്ന ഈ നേതൃത്വത്തിന് കീഴിൽ ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇടവന്നത്. തുടർന്നും എൻ്റെ പൊതുപ്രവർത്തനം തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സന്തോഷ് കുണിയൻ. ഇനി അടുത്ത ഏതെങ്കിലും വേറെ ഒരു പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനം ഉണ്ടോ? അങ്ങനെ പാർട്ടിയിലേക്ക് പോകാനുള്ള തീരുമാനം ആയില്ല. ഞാൻ ഏതായാലും പൊതുപ്രവർത്തന രംഗത്ത് എന്തായാലും ഉണ്ടാവും. ഇത്രയും വർഷത്തെ ഒരു പ്രവർത്തന പാരമ്പര്യം ഉള്ളതുകൊണ്ട് അത് വെച്ച് നിർത്തി പോവില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നും പ്രവർത്തിക്കാൻ ഞാനുണ്ടാവും. നാടിൻ്റെ വികസന പ്രവർത്തനത്തിന് ഇതുവരെ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. തുടർന്നും അതുണ്ടാവും. താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാനം തന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടികളിലേക്ക് പോകാൻ തയ്യാറാണോ? അത് പിന്നീട് ആലോചിക്കാം എന്ന ഇതാണ്. ഇപ്പോൾ നിലവിൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു ധാരണയിലേക്ക് സംസാരിക്കാനോ ഒന്നും പോയില്ല. ഇനി അങ്ങനെ എന്നോട് ഇപ്പോൾ BJPയോട് പിന്നെ ആദ്യം പറഞ്ഞു, BJPയോട് എതിർപ്പ് പറഞ്ഞു, കോൺഗ്രസും തെറ്റുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ CPM തന്നെ ആയിരിക്കില്ലേ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഞാനിപ്പോൾ പൊതുപ്രവർത്തനം തുടരുന്ന മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ആ പാർട്ടി എന്നെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം പോകാനും ഞാൻ തയ്യാറാണ്. മണ്ഡലം വൈസ് പ്രസിഡന്റാണ്, കരിവള്ളൂർ മണ്ഡലം. അവിടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും കൂടിയാണ്. നിങ്ങളുടെ കൂടെ ആരെങ്കിലും നിങ്ങൾക്ക് അനുഭവം പ്രകടിപ്പിച്ചിട്ട് ഈ പാർട്ടി വിടാൻ തീരുമാനിച്ചിട്ടുണ്ടോ?
അത് ഞാൻ പ്രവർത്തകരോടൊന്നും ഞാൻ ഇതൊരു ഇതായിട്ട് വിഷയമായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. അവർക്കും ഇത്തരം സ്ഥാനാർത്ഥികൾ കൊണ്ടു നിർത്തിയതിൽ എതിർപ്പുണ്ട്. നമ്മുടെ എൻ്റെ 2 വാർഡിൽ 14-ാം വാർഡിലാണ് ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ വോട്ടില്ല. ആ 14-ാം വാർഡിലും 13-ാം വാർഡിലും ഇപ്പോൾ കൊണ്ടു നിർത്തിയത് നമ്മൾ കോൺഗ്രസുമായിട്ട് പ്രവർത്തനമില്ലാത്ത വ്യക്തികളാണ് സ്ഥാനാർത്ഥികൾ. അവിടെ തന്നെ നിലവിൽ 2 നല്ലൊരു വാർഡ് കമ്മിറ്റിയുള്ള സ്ഥലമാണ് 14, 13. ആ വാർഡിൽ ആലോചിക്കാതെ പുറമേ നിന്നും ആൾക്കാരെ സ്ഥാനാർത്ഥി കെട്ടിയേൽപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ള തോന്നലുണ്ടോ? അതുണ്ടാവും. അത് നമ്മളോടുള്ള ഒരു നല്ലൊരു നമ്മൾ ഇതുവരെ ഒരാളുടെ എന്ത് സഹായത്തിനും ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ആളുണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങൾ ബന്ധപ്പെട്ട CPM ആരും പുറത്തു പറഞ്ഞുകൂടെ? ഇല്ല, CPM അവർ നമ്മളോട് എങ്ങനെയാണ് എടുക്കുന്നത് നമുക്കറിയില്ല. നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായ ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ഞാൻ ഉണ്ടാവും. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. IC Moon Ice Cream, a Janata Charitable Society product.